ഈ റോഡിൽ കൂടാണ് ഞങ്ങൾ ആ അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് ഒരു വ്യൂ പോയിൻ്റ് വരെ എത്തിയത്. ജീപ്പിലാണ് എത്തിയത്. ഇതാണ് ഞങ്ങൾ വന്ന ജീപ്പ്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു വാച്ച് ടവറുണ്ട്. അഗല കേവ് അല്ലെങ്കിൽ ഉളവി കേവ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് പോകേണ്ടത്. അതിന് തൊട്ട് മുമ്പ് ഒരു വ്യൂ പോയിൻ്റ് ഇവിടെ ആ വ്യൂ പോയിൻറ്റിൽ കയറി നിന്ന് നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. അതിനുവേണ്ടി പോയാണ്. മൂടൽ മഞ്ഞിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു 30 മിനിറ്റ് താഴോട്ട് അടക്കാനുണ്ട്. ആ വാച്ച് ടവറിൻ്റെ അടുത്തുനിന്ന് വാച്ച് ടവറിൻ്റെ അടുത്ത് താഴോട്ട് അടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങളെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈഡാണോ കാണുന്നത് വരുന്നത്? ടോക്കിയോ എന്ന പേര് എഴുതിയ. ഇവിടെ അട്ടകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരാൾക്ക് അട്ടകടി കിട്ടിയതേ ഉള്ളൂ. അപ്പം അതിനെ ശ്രദ്ധിച്ചടക്കാനും നമുക്ക് പറ്റത്തില്ല. അട്ട കിട്ടിയാൽ കിട്ടിയത് തന്നെ. അങ്ങനെ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഇറക്കമാണ്. ആ ഇറക്കം ഇറങ്ങിയാണ് ഞങ്ങളിവിടെ വന്നത്. ഒരു വളവാണ്, നല്ലൊരു ട്രെയിനിങ് ഉണ്ട്. അവിടെ നിന്ന് വീണ്ടും താഴോട്ട് പോകണം. വീണ്ടും ഇറക്കം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കൊടും കാടാണ് ഇത്. ഡെൻഡേലി സംരക്ഷിത വനപ്രദേശമാണ്. ഇവിടെ ബ്ലാക്ക് പാന്തറിനെയൊക്കെ സ്പോട്ട് ചെയ്തിട്ടുള്ള സ്ഥലമെന്നാണ് പറയുന്നത് ഈ ഡെൻഡേലി വൈൽഡ് ലൈഫിൽ. അവിടെ നിന്നാണ് ഇങ്ങനെ നടന്നു വന്നത്. അവിടെ കുറച്ച് പരന്ന പ്രദേശമായിരുന്നു. നല്ല ഒന്നാം തരം കാടാണ്. ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഇറക്കമാണ്. ഇനി ശ്രദ്ധിച്ചിറങ്ങിയില്ല, എല്ലാം മൂട് പിടിച്ച് വീഴും. അപ്പം ഞങ്ങളെല്ലാവരെയും ഓരോ അട്ട വെച്ച് കടിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ വിടുവിച്ച് ദാണ്ട് അട്ട കിടക്കുന്നതാണ്. അട്ട ഇങ്ങനെ നമ്മളെ തിരക്കി കിടക്കുകയാണ്. ഇവിടെ നല്ല കൊക്കയാണ്. ദാണ്ട് ഒരു അട്ട, വലിയൊരട്ട. അട്ടകൾ ഇഷ്ടം പോലെ ഉണ്ട്. എപ്പം വേണമെങ്കിലും നമ്മളെ പിടിവിടാം അട്ടകൾ. ഇടയ്ക്കിടയ്ക്ക് കാലുകൾ നോക്കുക, സാനിറ്റൈസർ അടിച്ചുകൊണ്ടിരിക്കുക. ഇതേതോ വിശുദ്ധ വൃക്ഷമെന്ന് തോന്നുന്നു. അതിൻ്റെ ചുറ്റും ഈ തറയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഗൈഡിന് മുമ്പേ പോയില്ലേ ചോദിക്കാൻ എന്താ അതിൻ്റെ വിശേഷം പ്രത്യേകതയെന്ന് അല്ലേ? തറ കെട്ടിയിട്ടേക്കുന്ന. ഇനി നന്നായിട്ടൊരു ഇറക്കം ഇറങ്ങണം. വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നല്ലേ? നല്ല ഇറക്കമാണ്. ഇവിടെ നല്ല വഴുക്കലുമുണ്ട്. ഞങ്ങളിലാണെങ്കിൽ ട്രെക്കിംഗ് ഷൂസും ഇല്ല. നമ്മൾ ട്രെക്കിംഗ് ഷൂസ് ഇല്ലാതെ ഞങ്ങൾ നടന്നു വരികയാണ്. വെറും ചപ്പൽ വിട്ടുകൊണ്ട്. ബാക്കി എല്ലാവർക്കും ട്രെക്കിംഗ് ഷൂസ് ഉണ്ട്, ഞങ്ങൾക്ക് മാത്രം ചപ്പൽ. ഞങ്ങൾ ആ പൊസിഷനിൽ നിന്നൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും നടക്കുകയാണ്. ഇവിടെ ഒരു മരം ഒടിഞ്ഞ് കിടക്കുകയാണ്. നമ്മളെ പാത തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിലൂടെ കയറിപ്പോകണം, കാട്ടിലൂടെ. മറ്റേ ഇവിടെ ഒരു വഴിത്താഴെ ഉണ്ടായിരുന്നു. ആ വഴി ഇപ്പോൾ അടച്ചുകൊണ്ട് ഒരു മരം ഇങ്ങനെ വീണ് അടയ്ക്കുക. ഇങ്ങോട്ടൊരു അസാധ്യ ഇറക്കമാണ്. ആ ഒരു ഇറക്കം ഇറങ്ങി ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത്. ഇവിടെ തെന്നുന്നതുകൊണ്ടാണ് സമയം ഇത്ര എടുക്കുന്നത്. അല്ലെങ്കിൽ പടപട ഇറങ്ങി പോകുന്നേ ഉള്ളൂ. ഇവിടെ കുറേ തടിയൊക്കെ മുറിച്ചിട്ടുണ്ട്. ഇവിടെ വീണ്ടും ഒരു തറ കെട്ടിയിട്ടിട്ടുണ്ട്. അതെന്തിനാണെന്നറിയത്തില്ല. സംരക്ഷിത മരമായിരുന്നാണ്. അതൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. മരം കാണാനില്ല. ഇനിയും നല്ലൊരു ഇറക്കമാണ് ഇങ്ങോട്ട്. അട്ട ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ സമയം താമസിക്കുന്നത്. അട്ട എടുത്ത് കളയണം, അട്ട ഉണ്ടോ നോക്കിയിട്ട് പോകണം, പിന്നെ വഴുക്കലുണ്ടോ നോക്കിയിട്ട് പോകണം. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്, ഈ ട്രക്കിങ്ങിൽ. കുറച്ച് പാറക്കെട്ടുകളൊക്കെ കാണുന്നുണ്ട്. ഈ വഴി കൂടാണ് ഇറങ്ങിപ്പോണ്ടത്. നമ്മളെ ഗൈഡ് പറയുന്നത് ഉളവി ഗുഹയാണിത്. ആ ഗുഹയിലോട്ട് എഴഞ്ഞ് കയറേണ്ടി വരും. എല്ലാവരും എല്ലാ സാധനങ്ങളും തറയെ വെച്ചിട്ട് എഴഞ്ഞ് കയറാൻ തയ്യാറെടുക്കുമോ എന്നാണ് പറയുന്നത്. തലയൊക്കെ തട്ടും. ടോർച്ച് എടുക്കുക. ടോർച്ച് ഉണ്ടെങ്കിലേ കയറാൻ പറ്റൂ. അപ്പോൾ ഇതിനകത്തോട്ട് കയറിയാണ് എല്ലാവരും. തിരിച്ചിവിടെ തന്നെ വരുമോ എന്ന് ചോദിച്ചേ. അപ്പോൾ എല്ലാവരും ആ ഗുഹയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആര് ഇരുന്ന ഗുഹ എന്നാണ് പറഞ്ഞത്? ഇങ്ങനെ പറഞ്ഞ ഏതോ ഗുഹയിൽ രാജാവ് മൊബൈലിൽ രാജാവ് താമസിച്ചു.
ഇവിടെ ഗുഹയിൽ കയറിയിരിക്കുകയാണ് ഞങ്ങൾ. ഉളവി ഗുഹ. ഇവിടെ എന്തോ എഴുത്തൊക്കെ ഉണ്ട്, പ്രാചീന ലിപിയിലുള്ള എഴുത്തുകളൊക്കെ ഉണ്ട്. കാണാത്തവരെല്ലാം മുകളിലേക്ക് വരൂ, മുകളിലേക്ക് വന്നാൽ നല്ല കാഴ്ചയുണ്ടല്ലേ? അത്രേ ഉള്ളൂ ഇത്രയും ഗുഹ ഉള്ളൂ. ഇതിലെ കൂടെ കയറിപ്പോകാനൊന്നും പറ്റത്തില്ല. ഇവിടെ ഒരു ജന്നൽ കാണുന്നുണ്ട്, പാറ ജന്നൽ. പാറയിൽ നാച്ചുറലായിട്ടുള്ള ജന്നലാണിത്. ഇതിലെ കൂടെ കയറാനൊന്നും പറ്റത്തില്ല. ഇവിടെ ഒരു ശിവലിംഗത്തിന്റെ രൂപമുണ്ട് ഇവിടെ ഈ ഗുഹയിൽ. 12th century में 12ാം നൂറ്റാണ്ടിലൂടെ തപസ്സനുഷ്ഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് അക്ക നാഗമ്മ കേവാണ് ഞങ്ങൾ കണ്ടു കഴിഞ്ഞത്. അതിൻ്റെ അകത്തൊക്കെ കയറി വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴോട്ട് വീണ്ടും പോയാണ്. 3 കേവുകളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ രണ്ടാമത്തെ കേവാണ് അങ്ങോട്ട് പോയാണ്. അതിൽ കുത്തനെയുള്ള ഇറക്കമാണ് ഇനി. ഇത്രയും യാത്ര വന്ന പോലെയുള്ള അതിനേക്കാളും ടീഡിയസ് ആയിട്ടുള്ള ഇറക്കമാണ് ഇനി വരാൻ പോകുന്നത്. ഉണ്ട്. അക്ക. അപ്പോൾ അടുത്ത ഗുഹ നോക്കി ഞങ്ങൾ പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. നല്ല മഴ വരുന്നുണ്ട്, നല്ല ഇറക്കം, കുത്തനെയുള്ള ഇറക്കം. വീണ്ടും ഇറങ്ങണം അടുത്ത ഗുഹ കാണാനായിട്ട്. നമ്മൾ താഴോട്ടിറങ്ങിയപ്പോഴത്തേക്ക് ഇവിടുത്തെ ആ പാറക്കൂട്ടങ്ങളുടെ യഥാർത്ഥ രൂപം കാണാൻ പറ്റും. വെള്ളം വേണ്ട, അതായിരിക്കും. അതാ ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രകാശ് സാർ എടുത്തായിരുന്നു, നമ്മൾ ഇട്ടാൽ മതി. വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഫംഗസ് കയറിയില്ലേ? അങ്ങനെ വീണ്ടും കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഗുഹയിലെത്തിയിരിക്കുകയാണ്. പാറപ്പുറത്തൊരു വലിയ മരം പിടിച്ച് നിൽപ്പുണ്ട്. ഇവിടെ അടുത്ത സെക്കൻഡ് ഗുഹയിലെത്തിയിരിക്കുകയാണ് ഞങ്ങൾ. അതാ അതിനടുത്ത് കള സാധനം ഏതെങ്കിലും തടി വെച്ചെടുത്ത് കള. മറ്റേ ഗുഹ, ഒന്നാമത്തെ ഗുഹയുടെ ബാക്കി ഭാഗങ്ങൾ വെളിയിൽ നിന്നുള്ള ഭാഗങ്ങളായി കാണുന്നത്. ഇത് രണ്ടാമത്തെ ഗുഹയിൽ കയറാൻ വേണ്ടി ഒന്നുമില്ലെന്നോ, കയറുന്നില്ല. ഇനി വീണ്ടും താഴോട്ടുണ്ട്. ഇവിടെ സ്റ്റെപ്പ് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ആ സ്റ്റെപ്പിൽ കൂടെ നടന്നു പോയാൽ മതി നമുക്ക്. വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 30 മിനിറ്റ് ഒന്ന് ഇറങ്ങിയാൽ പോരെന്നാവുന്നത്. ഉളവി കേവ് ട്രക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അസാധ്യ ഇറക്കം ഇറങ്ങിയ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചു വരപ്പോൾ അസാധ്യമായ കയറ്റമായിരിക്കും കയറുന്നത്. ഈ അട്ടയുള്ളതാണ് വലിയ പ്രശ്നം, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ഓരോരുത്തരൊക്കെ പിടിച്ചിറങ്ങിപ്പോയാണ്. അവിടെ പിടിയാണ്ട് കമ്പി അങ്ങോട്ട് വെക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അയ്യോ, ആ മലയുടെ മേളിലാണോ നമ്മളിനി പോകേണ്ടത്? അതാണ് ഗുഹയാണോ എന്ന് അറിയത്തില്ല. അവിടെ ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങിപ്പോയി. അതിൽ അസാധ്യം ഇറക്കം തന്നെ തല്ലു. വഴി മൊത്തം പാറക്കൂട്ടങ്ങളാണ്, വലിയ പാറകൾ. അട്ട ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നുണ്ട്. അട്ടയെ പിടിക്കാനായിട്ട് നിൽക്കേണ്ടി വരുന്നുണ്ട്. ഈ സ്റ്റെപ്പ് എന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ഒന്ന് തെന്നി വീഴേണ്ട പോയതാണ്. എന്നാലും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. നല്ല ഇറക്കം ഇറങ്ങി പോകണം. നല്ല ഇറക്കമുണ്ട്, ശരിക്കും നല്ല ഇറക്കം. പാറയ്ക്ക് കീഴെയുള്ള ഗുഹയുടെ കവാടമാണ് കാണുന്നത്. താഴെ ഒരു ഗുഹയുണ്ട് സാർ, അവിടെ എല്ലാം നിൽക്കുന്നത്. അത് രണ്ടാമത്തെ ഗുഹ. ഇതെല്ലാം ഉണ്ടാക്കിയ ഗുഹയാണ്, മാൻമേഡൊന്നുമല്ല, അതൊക്കെ ഒറിജിനൽ. ഇതാണ് രണ്ടാമത്തെ ഗുഹ. രണ്ടാമത്തെ ഗുഹയിലോട്ട് ഞങ്ങൾ കയറാൻ പോയാണ്. ഈ ഗുഹയുടെ പേരെന്താ ചോദിച്ചു? അപ്പോൾ അകത്തൊക്കെ ഇരുട്ടാണ്, അതുകൊണ്ട് അകത്തുള്ള വീഡിയോകളൊന്നുമില്ല. ഞങ്ങൾ രണ്ടാമത്തെ ഗുഹയിൽ കയറി കഴിഞ്ഞു. അവിടെ തേച്ച് കഴിഞ്ഞാൽ, പാറ തേച്ച് വരച്ച് കഴിഞ്ഞാൽ ചന്ദനം കിട്ടുമെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ശിവലിംഗത്തിൻ്റെ കണക്ക് ഒരു രൂപമുണ്ട്. സ്വയംഭൂവാണ്, സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗമാണ്. ഇനി വീണ്ടും സൈഡിൽ ലെഫ്റ്റ് റൈറ്റാണ് മൂവ് ചെയ്യേണ്ടത്.
ഓ, ഇത് ശിവലിംഗത്തിന് ചുറ്റി വരിക ഒരു പാറ ഇട്ടുകൊണ്ട് അതിനെ ചുറ്റി വരിക. രണ്ടാമത്തെ ഗുഹയിൽ കയറിയിരിക്കുകയാണ്. ഇതിന് വിഭൂതി ഗുഹ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഇവിടെ നമ്മൾ ഒരു പാറ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഭസ്മം കിട്ടും. ആ ഭസ്മം നെറ്റിയിൽ അണിയണമെന്നാണ് പറയുന്നത്. ആ വിശ്വാസം അവിടുത്തെ. ഇതിന് ചുറ്റും നമുക്ക് നടന്നു വരാനായിട്ട് കഴിയും. അതാണ് വിഭൂതി ഗുഹ. അപ്പോൾ രണ്ടാമത്തെ ഗുഹ കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ ഗുഹയിലോട്ടുള്ള പ്രയാണം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ഈ ഭാഗത്തേക്ക് വരുന്നത്, അതുകൊണ്ട് തന്നെ ആഴ്ചകളായി ചോര കിട്ടാതിരുന്ന അട്ടകൾ കൂട്ടത്തോടെ ഞങ്ങളെ ആ മൂന്നാമത്തെ ഗുഹയുള്ളത് അതിൻ്റെ അടുത്താണ്. ആ ഗുഹയുടെ എൻട്രൻസ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. ഈ വലിയ മലനിരകളുടെ ഇടയിലോട്ടാണ് ആ ഗുഹയുള്ളത്. അത് ഇച്ചിരി കയറിപ്പോൾ ഇഴഞ്ഞൊക്കെ പോകണമെന്നാണ് പറയുന്നത്. ഇനി ഹരിലായ ചിമൽനെ എന്ന് പറഞ്ഞിട്ടൊരു തടാകമുണ്ട്. തടാകമല്ല, വെള്ളം, ഹോളി വാട്ടർ. അപ്പോൾ ഞങ്ങൾ മൂന്നാമത്തെ കേവിലോട്ടുള്ള പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു പാറക്കൂട്ടമുണ്ട്. ഇതിൻ്റെ അടിയിലായിരിക്കും ഗുഹ, മൂന്നാമത്തെ ഗുഹ. അത് കഴിഞ്ഞിട്ട് നാലാമത്തെ ഗുഹയും കൂടെ ഉണ്ട്. അടുത്ത മൂന്നാമത്തെ ഗുഹയുടെ എൻട്രൻസ് ഇരിക്കുകയാണ്. അവിടെ ഇഴഞ്ഞ് കയറണം. അതാ ഇങ്ങനെ പോകുന്ന കണ്ടില്ല അവിടുത്തെ കുനിഞ്ഞ് ഇല്ലെങ്കിൽ തല തട്ടും. കുനിഞ്ഞിങ്ങനെ തന്നെ പോകേണ്ടി വരും. ഇഴഞ്ഞ് പോകേണ്ടി വരും. ഇഴഞ്ഞാണ് പോകേണ്ടത്. നിലത്ത് കിടന്ന് എഴുതാൻ പറ്റില്ല. എല്ലാവരും കുനിഞ്ഞാണ് പോകുന്നത്. നല്ല കുനിഞ്ഞ് ഇഴഞ്ഞ് പോകണം. സ്പൈഡർമാൻ പോകുന്നതാണ് കാണില്ല കൂടെ പോകേണ്ടത്. സ്പൈഡർമാൻ പോകുന്നതൊക്കെ പോയാൽ അതിലൂടെ പോകാം. ഇഴഞ്ഞ് സാറേ കയറിക്കോ സാറേ. ഇഴഞ്ഞ് വേണം. ഇഴഞ്ഞ് താണ്ട വൈകി താണ്ട ആ ഗുഹ ഇഴഞ്ഞ് താണ്ട താഴെ വിടും. ഇവിടാണ് ഇഴഞ്ഞ് കയറുന്ന ഗുഹ. ഞാൻ മതിയാക്കി. നമുക്കൊരു മേളിലൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലോട്ട് വന്നിരുന്നിട്ട് ഇവിടെ വരുന്ന ഫോട്ടോ എടുക്കാൻ പറ്റും. നല്ല ഫോട്ടോ സ്പോട്ടാണ്. ഇൻസ്റ്റാഗ്രാമോൾ സ്പോട്ടാണ് സംഭവം. ഇതുവഴി പോ. ആ സൈഡിലൂടെ പോ സാറേ. അപ്പുറ സൈഡിൽ പോ. ഈ സൈഡിലൂടെ പോ. ഈ സൈഡിൽ കൂടെ ചെറുതാ. സിമ്പിൾ ആണ്. അതിലെ കൂടെ ശ്രീനേട്ടാ മേളിൽ വാ. മോള് കയറ്. എഴുതിയ ചിത്രപ്പണികൾ. നാലാമത്തെ ഗുഹ ആ കാണുന്ന മലയുടെ ഉള്ളിലാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പ് വരെ ഒന്നും പോകണ്ട. അതിൻ്റെ അടിയിലായിരിക്കും ഗുഹയുള്ളത്. എന്നാലും ഒരു അത്ഭുത പ്രതിഭാസം തന്നെ. ഒരു കടന്നൽ കൂടൊക്കെ അവിടെ കാണുന്നുണ്ട്. ആ ഗുഹയുടെ ഒരു സൈഡിലായിട്ട്, ആ പാറക്കെട്ടിൻ്റെ ഒരു സൈഡിലായിട്ട്. താഴത്തെ ഗുഹയിലൂടെ നുഴഞ്ഞ് മേളിലെത്താമെന്നാണ് ഇപ്പം നമുക്ക് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒരാൾ ഏറ്റവും മേളിലുള്ള ഗുഹയിലെത്തിയിരിക്കുകയാണ്. അവിടെ ഇരുന്നോ. ഞാൻ വെള്ളത്തിന്റെ ലൈനാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ ഗുഹാ സന്ദർശനം കഴിഞ്ഞു. തിരികെ കയറിയിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ നാലാമത്തെ ഗുഹാ സന്ദർശനമാണ്. അതോടുകൂടി ഈ വളവി ഗുഹകളുടെ എല്ലാം പൂർത്തിയാവും. ആ കാണുന്നതാണ് നാലാമത്തെ ഗുഹയിലേക്കുള്ള വഴി. ഇതുപോലെ തന്നെ ഇഴഞ്ഞു കയറേണ്ട ഗുഹയാണ് നാലാമത്തെ ഗുഹയും. അങ്ങനെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഗുഹയുടെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴിയാണ് വന്നത്. ഇവിടെ നല്ല സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഈ സ്റ്റെപ്പ് കയറി അവിടെ ഒരു ടെമ്പററി ഇതൊരുക്കിയിട്ടുണ്ട്. അതിലൂടെ പിടിച്ച് കയറണം. നല്ല സ്ലിപ്പറിയാണെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഈ സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഴഞ്ഞ് കയറണമെന്നാണ് പറയുന്നത്. നല്ല സ്ലിപ്പറിയാണ്. ഇവിടെ നിന്നാണ് മേളിലോട്ട് കയറി പോകേണ്ടത്. ഞാനിവിടെ വെച്ച് എൻ്റെ യാത്ര അവസാനിപ്പിക്കുകയാണ്. ആ ഗുഹയിലോട്ടൊന്നും ഞാൻ കയറാൻ പോകുന്നില്ല. അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത് വിചാരിച്ച് ഞാൻ കയറുന്നില്ല. ഓക്കെ.
അങ്ങനെ ഗ്രാസ് ഹോപ്പറിൻ്റെ യാത്ര അഗൽ ഗവിയുടെ 4ാമത്തെ ഗുഹയിൽ എത്തിയിരിക്കുകയാണ്. ഇതും കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എന്തായാലും ഒരു മണിക്കൂറോളം 1.5 മണിക്കൂറോളം യാത്ര എന്തായാലും തിരിച്ചുണ്ട്. എല്ലാവരും മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോകാൻ. എന്നിട്ട് അവിടെ നിന്ന് പിടിച്ചു കയറാനായിട്ട് ഗൈഡിൻ്റെ സഹായത്തോടെ ഓരോരുത്തർ പിടിച്ചു കയറിയാണ്.